ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഞാനിന്ന് വൈകുന്നേരം ചായക്ക് കപ്പ പുഴുങ്ങിയത് ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ കപ്പ പുഴുങ്ങിയത് ഉണ്ടാക്കാൻ അറിയാതെ ആരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്നാലും അഥവാ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ നല്ല നാടൻ കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി ഞാൻ അരിഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ കപ്പയെല്ലാം തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 പീസാക്കിയിട്ട് ഞാൻ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ കപ്പയെല്ലാം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ കപ്പ ഇതാ വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പത്തട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ കപ്പ പുഴുങ്ങിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു ചട്നിയും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ഏകദേശം 8 കുഞ്ഞുള്ളിയും 3-4 പച്ചമുളകും കൂടി മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കപ്പൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.